Today we are going to discuss about spread spectrum multiple access. The spread spectrum multiple access uses signals which have a transmission bandwidth that is several orders of magnitude greater than the minimum required RF bandwidth. A pseudo-noise sequence converts a narrowband signal to a wideband noise-like signal before transmission. The spread spectrum multiple access also provides immunity to multipath interference and robust multiple access capability. The spread spectrum multiple access is not very bandwidth efficient when used by a single user. However, since many users can share the same spread spectrum bandwidth without interfering with one another, the spread spectrum systems become bandwidth efficient in a multiple user environment. There are two main types of spread spectrum multiple access techniques: frequency hopped multiple access and direct sequence multiple access. The direct sequence multiple access is also called കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഈ ഒരു സ്പ്രെഡ് സ്പെക്ട്രം മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒരു സ്യൂഡോ നോയ്സ് സീക്വൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്യൂഡോ നോയ്സ് സീക്വൻസ് യൂസ് ചെയ്തിട്ട് ഒരു നാരോ ബാൻഡ് സിഗ്നലിനെ ഒരു വൈഡ് ബാൻഡ് സിഗ്നലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സ്യൂഡോ നോയ്സ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതായത് ഓരോ യൂസറിനും അതിൻ്റേതായ ഒരു PN സീക്വൻസ് ഉണ്ടായിരിക്കും. ആ PN സീക്വൻസുകളെല്ലാം ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും വരുന്നത്. ദെൻ ഈ ഒരു PN സീക്വൻസ് വെച്ചിട്ട് നമ്മളുടെ നാരോ ബാൻഡ് ഇൻഫർമേഷനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എല്ലാ യൂസേഴ്സിനും ഇവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് അതിൻ്റെ ട്രാൻസ്മിഷൻ നടത്താനായിട്ട് പറ്റും. കാരണം ഓരോ യൂസറും യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് PN സീക്വൻസ് ആണ് ആൻഡ് അതെല്ലാം ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണ്. സോ അത് ഓർത്തോഗണൽ ആയതുകൊണ്ട് തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്താലും അവിടെ ഇൻ്റർഫറൻസ് ഒന്നും ഒക്കർ ചെയ്യില്ല. ദെൻ ഇത് റിസീവ് ചെയ്യാനായിട്ട് ആ ഒരു സെയിം PN സീക്വൻസ് ഉള്ള റിസീവറിന് മാത്രമേ പറ്റുള്ളൂ. അതായത് ഏത് PN സീക്വൻസ് വെച്ചിട്ടാണോ നമ്മൾ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ആ സെയിം PN സീക്വൻസ് ഉള്ള റിസീവറിന് മാത്രമേ ആ ഒരു ഇൻഫർമേഷനെ റിസീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ രണ്ട് ഐഡിയാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്: ഫ്രീക്വൻസി ഹോപ്ഡ് ടെക്നിക്കും അതേപോലെ തന്നെ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്കും. ലെറ്റ്സ് ഫസ്റ്റ് കൺസിഡർ ദ കേസ് ഓഫ് ഫ്രീക്വൻസി ഹോപ്ഡ് മൾട്ടിപ്പിൾ ആക്സസ്. The frequency hopped multiple access is a digital multiple access system in which the carrier frequencies of the individual users are varied in a pseudo-random fashion within a wideband channel. This figure illustrates how FHMA allows multiple users to simultaneously occupy the same spectrum at the same time, where each user dwells at a specific narrowband channel at a particular instance of time based on the particular PN code of the user. The digital data of each user is broken into uniform sized bursts which are transmitted on different channels within the allocated spectrum band. The instantaneous bandwidth of any one transmission burst is much smaller than the total spread bandwidth. The pseudo-random change of the carrier frequencies of the user randomizes the occupancy of a specific channel at any given time, thereby allowing for multiple access over a wide range of frequencies. ഈ ഒരു FHMA സ്കീം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു യൂസർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബാൻഡ് മാത്രം യൂസ് ചെയ്തിട്ടല്ല അതിൻ്റെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ടോട്ടൽ ഫ്രീക്വൻസി ബാൻഡിനെ ഡിഫറെൻറ്റ് സ്മോൾ ഫ്രീക്വൻസി ബാൻഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഒരു PN സീക്വൻസ് യൂസ് ചെയ്തിട്ട് ഓരോ യൂസറും ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു യൂസറിന് ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ഡേറ്റനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആദ്യം കുറച്ച് ടൈം നേരത്തേക്ക് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് ആ ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ ആ ഒരു ടൈം കഴിയുമ്പോൾ അടുത്ത ഒരു ഫ്രീക്വൻസി ആയിരിക്കും അത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രീക്വൻസീസ് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ കരിയർ ഫ്രീക്വൻസീസ് ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു യൂസറിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒരു സിംഗിൾ കാരിയർ യൂസ് ചെയ്തിട്ടല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷനെ ഡിഫറെൻറ്റ് കാരിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ കരിയർ ഫ്രീക്വൻസീസ് ചേഞ്ച് ചെയ്യുന്നത് നമ്മളുടെ PN കോഡിന് അനുസരിച്ചിട്ടാണ്. ഓരോ യൂസറിനും അതിൻ്റേതായ ആ ഒരു PN സീക്വൻസ് ഉണ്ടായിരിക്കും. ദെൻ ആ PN സീക്വൻസിനനുസരിച്ചിട്ട് ആ യൂസറിൻ്റെ കരിയർ ഫ്രീക്വൻസീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ PN സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണ്. സോ ഓരോ യൂസറിലും ഈ ഒരു വേരിയേഷൻ വരുന്നത് ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, thus this pseudo random change randomizes the occupancy of a specific channel at any given time.
ദെൻ റിസപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ യൂസ് ചെയ്ത ആ സെയിം PN സീക്വൻസ് ഉള്ള റിസീവറിന് മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻഫർമേഷനെ റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. At the receiver side, a locally generated PN code is used to synchronize the receiver's instantaneous frequency with that of the transmitter. At any given point in time, a frequency hopped signal only occupies a single relatively narrow channel since narrowband FM or FSK is used. Then the difference between FHMA and a traditional FDMA system is that the frequency hopped signal changes channels at rapid intervals, whereas in FDMA, once a channel is allotted to the user, it transmits its complete data through that channel. Then if the rate of change of the carrier frequency is greater than the symbol rate, then the system is referred to as a fast frequency hopping system, and if the channel changes at a rate less than or equal to the symbol rate, then it is called slow frequency hopping. A fast frequency hopper may thus be thought of as an FDMA system which employs frequency diversity. Then the FHMA systems often employ energy efficient constant envelope modulation. Inexpensive receivers may be built to provide non-coherent detection of FHMA. This implies that linearity is not an issue and the power of multiple users at the receiver does not degrade FHMA performance. A frequency hop system provides a level of security, especially when a large number of channels are used, since an intercepting receiver that does not know the pseudo-random sequence of frequency slots must retune rapidly to search for the signal it wishes to intercept. In addition, the FH signals is somewhat immune to fading, since error control coding and interleaving can be used to protect the frequency hopped signal against deep fades which may occasionally occur during the hopping sequence. Then error control coding and interleaving can also be combined to guard against erasures which can occur when two or more users transmit on the same channel at the same time. Bluetooth and home RF wireless technologies have adopted FHMA for power efficiency and low-cost implementation. നെക്സ്റ്റ് നമുക്ക് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇൻ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് സിസ്റ്റംസ്, the narrow band message signal is multiplied by a very large bandwidth signal called the spreading signal. The spreading signal is a pseudo noise code sequence that has a chip rate which is orders of magnitude greater than the data rate of the message. Then all users in a CDMA system, as shown in this figure 6.5, use the same carrier frequency and may transmit simultaneously. Each user has its own pseudo-random code word which is approximately orthogonal to all other code words. The receiver performs a time correlation operation to detect only the specific desired code word. All other code words appear as noise due to decorrelation. For detection of the message signal, the receiver needs to know the code word used by the transmitter. Each user operates independently with no knowledge of the other users. ഒരു CDMA സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു ഇൻഫർമേഷനെ ആദ്യം നമ്മൾ ഒരു സ്യൂഡോ നോയ്സ് കോഡ് സീക്വൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളുടെ ഇൻഫർമേഷനെ നമ്മൾ സ്പ്രെഡ് ചെയ്യും. കാരണം ഒരു സ്യൂഡോ നോയ്സ് കോഡ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എ ചിപ്പ് റേറ്റ് വിച്ച് ഈസ് ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ ദി ഡേറ്റ റേറ്റ് ഓഫ് ദി മെസ്സേജ്. സോ ഒരു ഹൈ ചിപ്പ് റേറ്റിലുള്ള PN സീക്വൻസ് വെച്ചിട്ട് നമ്മളുടെ ലോ ഡേറ്റ റേറ്റിലുള്ള മെസ്സേജ് സിഗ്നലിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ലാർജ് റേറ്റിലുള്ള അല്ലെങ്കിൽ ഒരു ലാർജ് ബാൻഡ് വിഡ്ത്തിലുള്ള ആ ഒരു സിഗ്നലായിരിക്കും റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത്. സോ അങ്ങനെ ഈ ഒരു PN സീക്വൻസ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഓരോ യൂസറിനും അതിൻ്റേതായ ആ ഒരു PN സീക്വൻസ് ഉണ്ടായിരിക്കും. ഈ PN സീക്വൻസുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതായത് ഒരു യൂസറിൻ്റെ PN സീക്വൻസും വേറെ യൂസേഴ്സിൻ്റെ PN സീക്വൻസുകളും എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അത് തമ്മിൽ ഇൻറ്ററാക്ഷൻ ഒന്നും ഉണ്ടാകില്ല. സോ ഓരോ യൂസറിനും അതിൻ്റേതായ ആ ഒരു PN സീക്വൻസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷനെ സ്പ്രെഡ് ചെയ്ത് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ട്രാൻസ്മിഷൻ നടത്താനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ഫിഗർ 6.5 കണ്ടതുപോലെ N യൂസേഴ്സ് ഉണ്ടെങ്കിൽ N PN സീക്വൻസുകൾ ഉണ്ടായിരിക്കും. ദെൻ
എല്ലാ യൂസറിനും ആ ഒരു കംപ്ലീറ്റ് ബാൻഡ് വിഡ്ത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവിടെ ഓർത്തോഗണൽ ആയിട്ടുള്ള ആ ഒരു PN സീക്വൻസ് ആണ് ആക്ച്വലി ആ ഒരു മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ യൂസറിനും അതിൻ്റേതായ ഒരു PN സീക്വൻസ് ഉണ്ടായിരിക്കും. ആ PN സീക്വൻസുകൾ ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. സോ ഒരു യൂസറിൻ്റെ PN സീക്വൻസ് ബാക്കിയുള്ള യൂസേഴ്സിൻ്റെ PN സീക്വൻസ് ആയിട്ട് അവിടെ ഇൻറ്ററാക്ഷൻ ഒന്നും വരില്ല. സോ ഓരോ യൂസറും അതിൻ്റേതായ PN സീക്വൻസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷനെ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ലോ ബാൻഡ് വിഡ്ത്തുള്ള നമ്മളുടെ ഇൻഫർമേഷൻ സിഗ്നലിനെ ഒരു വൈഡ് ബാൻഡ് വിഡ്ത്തുള്ള ഒരു സിഗ്നൽ ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു നോയ്സ് ഫോമിലേക്ക് എന്ന് നമുക്ക് പറയാം. ആ ഒരു വൈഡ് ബാൻഡ് വിഡ്ത്തുള്ള ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സൈമൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ ഇവിടെ എല്ലാ യൂസേഴ്സും സൈമൾട്ടേനിയസ് ആയിട്ട് ആ ഒരു സെയിം ബാൻഡ് വിഡ്ത്ത് തന്നെ യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ PN സീക്വൻസ് ഓർത്തോഗണൽ ആയതുകൊണ്ടാണ് അവിടെ ഇൻ്ററാക്ഷൻ ഒന്നും ഉണ്ടാകാത്തത്. ദെൻ റിസീവർ സൈഡിൽ ഒരു ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻഫർമേഷനെ റിസീവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്മിറ്റർ യൂസ് ചെയ്ത PN സീക്വൻസ് ഏതാണോ അതേ സെയിം PN സീക്വൻസ് തന്നെ റിസീവറിൻ്റെ സൈഡിൽ വേണം. സോ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്ത ആ ഒരു സെയിം PN സീക്വൻസ് ഉള്ള റിസീവറിന് മാത്രമേ ആ ഒരു ഇൻഫർമേഷനെ റിസീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. Then in Cdma, the power of multiple users at a receiver determines the noise floor after decorrelation. If the power of each user within a cell is not controlled such that they do not appear equal at the base station receiver, then the near-far problem occurs. This near-far problem occurs when many mobile users share the same channel. In general, the strongest received mobile signal will capture the demodulator at a base station. In Cdma, stronger received signal levels raise the noise floor at the base station demodulators for the weaker signals and thereby decreasing the probability that weaker signals will be received. അതായത് നമ്മൾ Cdma കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ യൂസേഴ്സും സൈമൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ റിസീവർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് അതിന് റിസീവ് ചെയ്തെടുക്കേണ്ടത്. ദെൻ അതേസമയം ബാക്കി എല്ലാ ട്രാൻസ്മിറ്റേഴ്സിൽ നിന്നും വരുന്ന ഇൻഫർമേഷനും അതിൻ്റെ റിസീവറിലേക്ക് ആക്ച്വലി വരുന്നുണ്ട്. സോ ബാക്കിയുള്ള ട്രാൻസ്മിറ്റേഴ്സിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഈ റിസീവറിന് ഒരു നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യും. സോ അങ്ങനെ നമ്പർ ഓഫ് ട്രാൻസ്മിറ്റേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ആക്ച്വലി നോയ്സിൻ്റെ ഇഫക്റ്റും ഇവിടെ കൂടിക്കൂടി വരും. ദെൻ ഈ ഒരു കേസിൽ ചിലപ്പോൾ അൺവാണ്ടഡ് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു സിഗ്നലിൻ്റെ പവർ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ. നമുക്ക് ആവശ്യമുള്ള ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ പവർ ചിലപ്പോൾ കുറവായിരിക്കും. ഓക്കെ, സോ അൺവാണ്ടഡ് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു സ്ട്രോങ്ങർ സിഗ്നൽ നമ്മളുടെ വാണ്ടഡ് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു സിഗ്നലിനെ ചിലപ്പോൾ കവർ ചെയ്ത് കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ആവശ്യമുള്ള ആ ഒരു വീക്കർ സിഗ്നൽ നമ്മളുടെ റിസീവറിന് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഈ ഒരു കേസിൽ നിയർ ഫാർ പ്രോബ്ലം ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു റിസീവർ ഇപ്പോൾ റിസീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത് ഒരു ലാർജ് ഡിസ്റ്റൻസിലുള്ള ആ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള ആ ഒരു സിഗ്നലാണെന്ന് വിചാരിക്കുക. അതേസമയം ഈ ഒരു റിസീവറിൻ്റെ തൊട്ടടുത്തുനിന്ന് വേറെ ഒരു ട്രാൻസ്മിറ്റർ ഒരു അൺവാണ്ടഡ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. സോ അടുത്തുനിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സിഗ്നലിനായിരിക്കും പവർ കൂടുതൽ. ഓക്കെ, സോ ആ ഒരു സിഗ്നൽ ഈ ഒരു റിസീവറിലേക്ക് കയറി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോങ് സിഗ്നൽ നമ്മളുടെ ലാർജ് ഡിസ്റ്റൻസിലുള്ള ആ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ആ വീക്ക് സിഗ്നലിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കളയും. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു സ്ട്രോങ് സിഗ്നൽ ഒരു നോയ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ആ ഒരു ഹൈ നോയ്സിൻ്റെ പ്രസൻസിൽ ആ ഒരു വീക്ക് സിഗ്നലിനെ കറക്റ്റായിട്ട് റിസീവ് ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ റിസീവറിന് പറ്റില്ല. ഓക്കെ, ദെൻ ടു കോമ്പാറ്റ് ദി നിയർ ഫാർ പ്രോബ്ലം പവർ കൺട്രോൾ ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് Cdma ഇംപ്ലിമെൻറ്റേഷൻസ്. അതായത് എല്ലാ ട്രാൻസ്മിറ്റേഴ്സും സെയിം പവറിൽ വേണം ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ അഡ്ജസൻറ്റ് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു പവർ ലെവല് നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. ഒരു ഹൈ പവർ ലെവലിൽ ആ സിഗ്നൽ ആ ഒരു റിസീവറിലേക്ക് വരാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യണം. So, power control is provided by each base station in a cellular system and assures that each mobile within the base station coverage area
provides the same signal level to the base station receiver, and this solves the problem of a nearby subscriber overpowering the base station receiver and drowning out the signals of faraway subscribers. Then power control is implemented at the base station by rapidly sampling the radio signal strength indicator levels of each mobile and then sending a power change command over the forward radio link. Despite the use of power control within each cell, out-of-cell mobiles provide interference which is not under the control of the receiving base station. Let's now consider the features of Cdma. Many users of a Cdma system share the same frequency. Either TDD or FDD may be used. Then, unlike TDMA or FDMA, Cdma has a soft capacity limit. Increasing the number of users in a Cdma system raises the noise floor in a linear manner. Thus, there is no absolute limit on the number of users in Cdma. Rather, the system performance gradually degrades for all users as the number of users is increased and improves as the number of users is decreased. Then the multipath fading may be substantially reduced because the signal is spread over a large spectrum. If the spread spectrum bandwidth is greater than the coherence bandwidth of the channel, the inherent frequency diversity will mitigate the effects of small-scale fading. Then the channel data rates are very high in Cdma systems. Consequently, the symbol duration or chip duration is very short and usually much less than the channel delay spread. Since PN sequences have low autocorrelation, multipath which is delayed by more than a chip will appear as noise. A rake receiver can be used to improve reception by collecting time-delayed versions of the required signal. Then, since Cdma uses co-channel cells, it can use macroscopic spatial diversity to provide soft handoff. Soft handoff is performed by the mobile switching center, which can simultaneously monitor a particular user from two or more base stations. Then the MSC may choose the best version of the signal at any time without switching frequencies. Then self-jamming is a problem in Cdma system. Self-jamming arises from the fact that the spreading sequences of different users are not exactly orthogonal. Hence, in the despreading of a particular PN code, non-zero contributions to the receiver decision static for a desired user arise from the transmissions of other users in the system. So, നമ്മൾ CDMA യൂസ് ചെയ്യുന്ന ആ PN sequence exactly orthogonal ആയിരിക്കണം. Exactly orthogonal അല്ലാന്നുണ്ടെങ്കിൽ വേറെ ട്രാൻസ്മിറ്റേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ സിഗ്നൽസ് ഒരു നോയ്സ് ആയിട്ട് ബാക്കിയുള്ള റിസീവേഴ്സ് റിസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കയറി വരും. ഓക്കെ. Then the near-far problem occurs at a CDMA receiver if an undesired user has a high detected power as compared to the desired user. നെക്സ്റ്റ് നമുക്ക് ഹൈബ്രിഡ് സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻ അഡീഷൻ ടു ദി ഫ്രീക്വൻസി ഹോപ്ഡ് ആൻഡ് ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം മൾട്ടിപ്ലാക്സസ് ടെക്നിക്സ് there are certain other hybrid combinations that provide certain advantages. അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് FDMA ബാർ CDMA അല്ലെങ്കിൽ FCDMA ടെക്നിക്കാണ്. ദിസ് FCDMA ടെക്നിക് can be used as an alternative to the direct sequence CDMA technique. This figure shows the spectrum of this hybrid scheme. The available bandwidth spectrum is divided into a number of subspectra with smaller bandwidths. Each of these smaller subchannels becomes a narrowband CDMA system having processing gain lower than the original CDMA system. This hybrid system has an advantage in that the required bandwidth need not be contiguous and different users can be allotted different subspectrum bandwidths depending on their requirements. The capacity of this FDMA bar CDMA technique is calculated as the sum of the capacities of a system operating in the subspectra. Let's now consider hybrid direct sequence bar frequency hopped multiplexers technique or DS bar FHMA technique. This technique consists of a direct sequence modulated signal whose center frequency is made to hop periodically in a pseudo-random fashion. This figure shows the frequency spectrum of such a channel. Then the direct sequence frequency hopped systems have an advantage in that they avoid the near-far effect.
However, frequency-hopped Cdma systems are not adaptable to the soft handoff process since it is difficult to synchronize the frequency-hopped base station receiver to the multiple hopped signals. Let's now consider time division CDMA or TCDMA technique. This TCDMA is also called TDMA bar CDMA system. In TCDMA system, different spreading codes are assigned to different cells. Then within each cell, only one user per cell is allotted a particular time slot. Thus, at any time, only one CDMA user is transmitting in each cell. ഈ ഒരു TCDMA കേസിൽ ഒരു സെല്ലിന് എ നമ്പർ ഓഫ് PN കോഡ്സ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഓരോ യൂസറിനും അതിൻ്റേതായ ടൈം സ്ലോട്ടുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഒരു യൂസർ അതിൻ്റേതായ ടൈം സ്ലോട്ടിൽ ആ ഒരു PN കോഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷനെ സ്പ്രെഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു സെല്ലിലെ ഒരു യൂസർ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ വെൻ എ ഹാൻഡ് ഓഫ് ടേക്സ് പ്ലേസ്, the spreading code of the user is changed to that of the new cell. ഈ ഒരു കേസിൽ എല്ലാ സെല്ലിലും സെയിം ചാനൽ തന്നെയാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു യൂസർ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രെഡിങ് കോഡാണ് ആക്ച്വലി അവിടെ ചേഞ്ച് ചെയ്യുന്നത്. Then this TCDMA has an advantage in that it avoids the near far effect since only one user transmits at a time within a cell. നെക്സ്റ്റ് നമുക്ക് ടൈം ഡിവിഷൻ ഫ്രീക്വൻസി ഹോപ്പിംഗ് അല്ലെങ്കിൽ TDFH മൾട്ടിപ്ലാക്സസ് സ്കീം നോക്കാം. ദിസ് മൾട്ടിപ്ലാക്സസ് ടെക്നിക് ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഇൻ സീവിയർ മൾട്ടിപാത്ത് ഓർ വെൻ സീവിയർ co-channel interference occurs. Here, the subscriber can hop to a new frequency at the start of a new TDMA frame, thus avoiding a severe fade or erasure event on a particular channel. This technique has been adopted for the GSM standard, where the hopping sequence is predefined and the subscriber is allowed to hop only on certain frequencies which are assigned to a cell. This scheme also avoids co-channel interference problems between neighboring cells if two interfering base station transmitters are made to transmit on different frequencies at different times. Then the use of TDFH can increase the capacity of GSM by several fold.